make all the demons quiet. Yeah, we were built to thrive. Yeah, I think that we've all had enough. What keeps you up at night? Yeah, make all the demons quiet. Yeah, we were built. മൂവിനെ കുറിച്ചുള്ള എക്സ്പെക്ടേഷൻസ് എന്ന് പറയുമ്പോൾ വളരെയധികം പ്രതീക്ഷയോടെ വന്നേക്കണം. പ്രശോഭേട്ടൻ എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ഈ മൂവിയുടെ സ്റ്റാർട്ടിങ് മുതൽ എനിക്കറിയാം. അതിൽ എനിക്ക് റോൾ ഉണ്ടായിരുന്നു, ചെയ്യാൻ പറ്റിയില്ല വേറെ മൂവി വന്നിട്ട്. അപ്പോൾ ഭയങ്കര എക്സ്പെക്ടേഷനോടെ വന്നേക്കണം. ഹായ് മോങ്സ്യൂസ്, ദിസ് ഇസ് ജേഷിൻ. നവാഗ സംവിധായകനായ പ്രശോഭ് വിജയൻ സംവിധാനം ചെയ്യുന്ന ലില്ലി അതിൻ്റെ റിലീസ് ഡേ ഇന്നാണ്. അപ്പോൾ നമുക്ക് ആളുകളോട് ചോദിച്ചു നോക്കാം. ഇത് തിരക്കേണ്ടത് നിങ്ങൾക്ക് അറിയാം. ആദ്യമായിട്ടാണ് ഒരു എന്താ പറയുക ഇത്രയും ഫ്രഷേഴ്സിൻ്റെ സിനിമയ്ക്ക് ഇത്രയും ഒരു തിരക്ക് ഞാൻ കാണുന്നത്. അപ്പോൾ നമുക്ക് ചോദിച്ചു നോക്കാം ആൾക്കാരത്ത്. എല്ലാവരും സിനിമ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. സിനിമ എങ്ങനെയുണ്ട് നമുക്ക് ചോദിച്ചു നോക്കാം. ത്രില്ലർ മൂവി, നല്ല ത്രില്ലറാണ്. നല്ല എത്തുണ്ട്. മലയാള സിനിമയിൽ ഇങ്ങനത്തെ ഒരു ബ്രേവ് അറ്റംപ്റ്റ് കണ്ടിട്ടുള്ള വളരെ നല്ല സിനിമ. കൊള്ളാം. നല്ല ഓൺ സ്ക്രീനിൽ ആ ഓഡിയൻസിൻ്റെ ഇടയിലൊക്കെ ഉള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ലൈക്ക് എന്താ പറയുക, ഇങ്ങനെ ഒരു ബോൾഡായിട്ടൊരു അറ്റംപ്റ്റിൽ എങ്ങനെയുണ്ടായിരുന്നു? അല്ല, ഇത് ഫസ്റ്റ് ഡേ ഈ ഫസ്റ്റ് ഷോ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയിൽ തന്നെ അങ്ങനെയുള്ള ടെക്നീഷ്യൻസാണ് കൂടുതലും വന്നിരിക്കുന്നത്. കാരണം ലില്ലിക്ക് ആ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു, ലൈക്ക് എന്തായിരിക്കും ലില്ലി, അതെങ്ങനെയായിരിക്കും ക്രാഫ്റ്റഡ് ആവുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ റെസ്പോൺസ് ഞങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇൻഡസ്ട്രിയിലുള്ള ടെക്നീഷ്യൻസാണ് ഇത് കാണാൻ കൂടുതലും വന്നിട്ടുണ്ടായിരുന്നത്. സോ അതിൽ ലാസ്റ്റ് ഒരു കയ്യടി ഉണ്ടായിരുന്നു. അപ്പോൾ വിറ്റ് മീൻസ് അത് പോസിറ്റീവാണെന്ന് തോന്നുന്നു. ലൈക്ക് ഇനിയിപ്പോൾ അടുത്തത് ഈ ഒരു അറ്റംപ്റ്റ് സാധാരണക്കാരിലേക്ക്, സാധാരണ ഓഡിയൻസ് എങ്ങനെ എടുക്കും എന്നുള്ളതിനെ ഞാനും ക്യൂരിയസ് ആയിട്ട് നിൽക്കുകയാണ്. ആ ഒരു ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു, ലൈക്ക് ഇതിൻ്റെ കൂടെ ഇരുന്ന് കാണുക എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞ പോലെ എല്ലാവരും നന്നായിട്ടെന്ന് പറയുന്നു. സോ വെയിറ്റ് ചെയ്യാണ് അടുത്തടുത്ത ഷോസിൽ എൻ്റെ ഒരു റെസ്പോൺസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഓഡിയൻസിൻ്റെ ഇടയിൽ ആ ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഷെയർ ചെയ്യുമോ? ഇത്രയും ഒരു ഓഡിയൻസിൻ്റെ ഇടയിൽ ത്രില്ലിംഗ് എക്സ്പീരിയൻസ് അല്ല, ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഇപ്പോൾ പടം കാണുന്നത്. അപ്പം ആ പടം കണ്ട എക്സൈറ്റ്മെൻ്റ് ആണ്. ഇനി ഒന്നുകൂടി ഓഡിയൻസിനൂടെ ഇരുന്നിട്ട് ആ എക്സൈറ്റ്മെൻറ്റ് അറിയാം. എന്താണെന്നറിയില്ല, സന്തോഷം, ഭയങ്കര സന്തോഷം. ഓൺ സ്ക്രീനിൽ ലില്ലിനെ കണ്ടപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഓഡിയൻസിൻ്റെ കൂടെ? എനിക്കറിയില്ല ജഡ്ജ് ചെയ്യാനായിട്ട്. കാരണം സ്വന്തം പടം ജഡ്ജ് ചെയ്യാനുള്ള ഒരു എക്സ്പീരിയൻസും കഴിവൊന്നും എനിക്കിപ്പോഴും ഇല്ല. കുറച്ച് ദിവസം മുമ്പ് ടു ആൻഡ് ഹാഫ് വീക്സ് ബാക്ക് ഇതേപോലെ ഒരു സ്റ്റെപ്പ് ഞാൻ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു തീവണ്ടിക്ക് വേണ്ടിയിട്ട്. ഞാൻ സ്റ്റിൽ സെയിം സ്റ്റേജിൽ തന്നെയാണ്. പക്ഷെ അവസാനം ആ ലില്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈറ്റിൽ ഞാൻ സ്ക്രീനിൽ കണ്ടപ്പോൾ യെസ്, എനിക്ക് മറ്റേ ഇതിൻ്റെ ഇടയ്ക്ക് മറ്റേ ലില്ലിയുടെ മെമ്മറീസിൽ പോകുന്ന കുറേ കട്ട്സ് ഉണ്ട്. അതുപോലെയാണ് എനിക്ക് വന്നത്. ഞാൻ ഫസ്റ്റ് എനിക്ക് അവസരം കിട്ടുന്നത്, ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്, എൻ്റെ സിനിമയിലുള്ള ഫസ്റ്റ് ഷോട്ട്, ഇതിൻ്റെ പാക്കപ്പ് ആൻഡ് ഞാൻ ഫസ്റ്റ് ടൈം ലൈക്ക് ഇതിൻ്റെ കാസ്റ്റ് ലിസ്റ്റിൽ ലില്ലി സംയുക്ത മേനോൻ കാണുന്ന വരെ ഞാൻ ഫുള്ള് ഇങ്ങനെ മിന്നി മാഞ്ഞ് കണ്ടു. ബാക്കിയൊക്കെ ജനങ്ങളുടെ കയ്യിലാണ്. ഞങ്ങളൊരു എക്സ്പെരിമെൻ്റ് എന്നുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്തേക്കുന്ന ഒരു പടമാണ്. ഇറ്റ്സ് എ ത്രില്ലർ. ലെറ്റ് പീപ്പിൾ ഡിസൈഡ്. പറയാൻ വാക്കില്ല, അത്ര സന്തോഷമുണ്ട്. എല്ലാവരും ഒന്ന് സപ്പോർട്ടിനും എല്ലാത്തിനും. മലയാളത്തിൽ ഇങ്ങനെ ഒരു സർവൈവൽ ത്രില്ലർ ഇത് ആദ്യമായിട്ടാണ്. ഹെവി സൂപ്പർ സൂപ്പർ ഹെവി ഹെവി നല്ല പോയി, നല്ല പടം. എല്ലാവരും നന്നായിരുന്നു. എന്താ പറയണതെന്നറിയില്ല. ഫസ്റ്റ് മൂവിയാണ്, എന്താ പറയണതെന്നറിയില്ല. വാസ് നൈസ്, വെരി നൈസ്. താങ്ക് യു. ഞാൻ പറയാം, കാരണം ഈ ലൊക്കേഷനൊന്നും ഇങ്ങനെ ആയിരുന്നില്ല. എല്ലാം ഇങ്ങനെ കാട്ടിനകത്തൊക്കെ തന്നെയാണ് ഷൂട്ട് ചെയ്തെങ്കിലും ഫുൾ ആ റൂമൊക്കെ അങ്ങനെ സെറ്റ് ചെയ്തു. ആ വേര്, ഉള്ളിലുള്ള ചെടി, പടലം, മണ്ണ്, പെയിൻ്റ് ഒക്കെ ചെയ്തിരിക്കണത് ഞാനും എൻ്റെ ടീമും. മലയാളത്തിലുള്ള കുറേ നല്ല മൂവികളുടെ ലിസ്റ്റിൽ എന്തായാലും ലില്ലി ഉണ്ടായിരിക്കും. ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും വർഷത്തെ കാത്തിരിപ്പ് ഇങ്ങനത്തെ ഒരു പടത്തിലൂടെ കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സംവിധായകൻ പ്രശോഭനും
പ്രൊഡ്യൂസർ CV സാജചേട്ടനും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഇവിടെ കൂടെ വന്ന എല്ലാവർക്കും, അനുവേട്ടൻ ഫായ്സ്, അതുപോലെ എല്ലാ കൂട്ടുകാർക്കും, ഓൺലൈൻ കൂട്ടുകാർക്കും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഭയങ്കര രസമായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡയറക്ടർ ആണെങ്കിൽ ഒരുപാട് ഇതിന് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ലെവലിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും കാണണം. കാരണം എൻ്റെ പേഴ്സണലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്രയും സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് പടം. അപ്പോൾ ബാക്കി കണ്ടിട്ട് പ്രേക്ഷകർ നിങ്ങൾ വിലയിരുത്തുക. ലില്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലില്ലി സമൂഹത്തിന് നേരെയുള്ളൊരു ചൂണ്ടുവിരലാണ് ലില്ലി. മലയാള സിനിമയിൽ തന്നെ ഇങ്ങനൊരു അനുഭവം ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ അതിനെ നമ്മളെല്ലാവരും പ്രോത്സാഹിപ്പിക്കണം. മോൻ ആദ്യമായിട്ട് ചെയ്ത പടമാണ്. അപ്പം എനിക്കതിലെ സ്റ്റോറി വളരെയധികം ഇഷ്ടമായി. പിന്നെ സിനിമ കണ്ടിരുന്നിട്ട് സിനിമ അത് തീരുന്നത് ഞാൻ അറിഞ്ഞില്ല എന്നുള്ളതാണ്. അത്ര എൻജോയ് ചെയ്ത് ഞാൻ കാണുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് എല്ലാവരെയും കൊണ്ട് നല്ല രീതിയിൽ ചെയ്യിച്ചിട്ടുണ്ട്. അത് വളരെ എനിക്ക് അഭിമാനമായിട്ട് തോന്നുന്നു. സഹോദരൻ്റെ സിനിമ എങ്ങനെയാണെന്ന് പറയാം. അടിപൊളി, ഭയങ്കര ഇമോഷനാണ്. എനിക്കൊന്നും പറയാൻ പറ്റില്ല. ബിക്കോസ് എനിക്ക് സിനിമേൻ്റെ കഥ അതൊന്നുമല്ല ഞാൻ ശ്രദ്ധിച്ചതിന് ഓരോ ആക്ടേഴ്സിൻ്റെയും അവർ എനിക്കൊരിക്കലും തോന്നിയില്ല അവർ ഫസ്റ്റ് ടൈം ക്യാമറയുടെ മുന്നിൽ വരിക. എല്ലാവരും സിനിമ കാണുക, അഭിപ്രായം അറിയിക്കുക. സംയുക്തയ്ക്ക് ഇനിയും സിനിമകൾ കിട്ടട്ടെ. സിനിമ എടുത്ത പോലെയൊക്കെ വന്നിട്ടുണ്ട് എന്ന് എല്ലാവരും പറയുന്നുണ്ട്. അതിൽ സന്തോഷമുണ്ട്. നമ്മൾ ഭയങ്കര ബഡ്ജറ്റ് കൺസ്ട്രെയിൻസിൽ നിന്ന് ചെയ്താണ്. എന്നാൽ കറക്റ്റ്, എക്സാക്ട്ലി, അതുകൊണ്ടാണ് ഒരു എക്സ്പീരിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പം ഹാപ്പിയാണ്. നീ ഹാപ്പിയല്ലേ? അയാൾ ഹാപ്പിയാണ്, ഞാൻ ഹാപ്പിയാണ്.